നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർച്ചയിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ സുപ്രധാന നിർദ്ദേശവുമായി ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും 1 മാസത്തിനകം ഹൈക്കോടതിയിൽ ഹാജരാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. സീൽ വെച്ച കവറിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു. മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് സാങ്കേതികത്വം പറഞ്ഞ് 2 ഹൈക്കോടതി ജസ്റ്റിസുമാർ പിന്മാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹർജി ഇന്ന് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലെത്തിയത്. ഫോറൻസിക് വിദഗ്ധരെ ഉൾപ്പെടുത്തി SIT രൂപീകരിക്കണമെന്നായിരുന്നു നടിയുടെ ആവശ്യം. പെൻഡ്രൈവ് സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും അഭിഭാഷക ഹൈക്കോടതിയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് മെമ്മറി കാർഡും പെൻഡ്രൈവും വിചാരണ കോടതിയിൽ നിന്ന് സീൽഡ് കവറിലാക്കി പ്രത്യേക ദൂതൻ വഴി ഹൈക്കോടതി രജിസ്ട്രാർക്ക് കൈമാറാൻ ജസ്റ്റിസ് CS ഡയസ് നിർദ്ദേശം നൽകിയത്. SIT രൂപീകരണത്തിലടക്കം പ്രോസിക്യൂഷന്റെ നിലപാടും തേടിയിട്ടുണ്ട്. മെമ്മറി കാർഡ് ചോർന്നതിൽ നേരത്തെ വിചാരണ കോടതി ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമല്ലെന്നും തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും നടി നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയടക്കം 6 പേരെ 20 വർഷം കഠിന തടവിന് വിധിച്ച വിചാരണ കോടതി 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.